ശ്രീ PV അൻവർ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിനെയാണ് പരസ്യമായിട്ട് അദ്ദേഹം തോൽക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയെന്ന് പറഞ്ഞത്. അദ്ദേഹത്തോട് ഇനിയും കോൺഗ്രസ് സഖ്യം ചേരുമോ എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. അല്ല, ഇവിടെ ഉയർന്നു വന്ന രണ്ട് ചോദ്യവും ഒന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള ചോദ്യമാണ്, ഒന്ന് വികസനവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. രാഷ്ട്രീയപരമായി ചോദ്യം ചോദിച്ച ആൾ അത് മറുപടി ഇല്ലാതെ അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല. ഞാൻ അതിന് മറുപടി പറയണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കാം. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ എന്തായാലും രാഷ്ട്രീയപരമായിട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞു വന്ന ചോദ്യമാണ്. അപ്പോ അദ്ദേഹം ഇവിടെ ഇല്ലെങ്കിലും നിങ്ങൾ ഉത്തരം പറയണ്ടേ? അല്ല, എന്നോട് ചോദ്യം അല്ല, അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയും. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയപരമായിട്ട് നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ അൻവർ ഞങ്ങളെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ച് ഒരു വിഷയമല്ല. അദ്ദേഹത്തിൻ്റെതായ നിലപാട് സ്വീകരിക്കാം. ഈ ഗവൺമെന്റിനെ, പിണറായി വിജയൻ ഗവൺമെന്റിനെ പരാജയപ്പെടുത്താൻ സാധിക്കുന്ന ഏത് ശക്തികൾക്കും ഞങ്ങൾക്ക് വോട്ട് ചെയ്യാം, ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാം. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് ആദ്യ റൗണ്ടിൽ സംസാരിക്കല്ലേ? ഒരാളൊരു കാര്യം പറയല്ലേ? അല്ല, അവിടെ അല്ല, മുനീർ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ കൂടെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ, 9 വർഷക്കാലം നിങ്ങളുടെ കൂടെ MLA ആയി നിന്ന ആളാണ് PV അൻവർ. ഈ പിണറായി വിജയൻ പിതൃ തുല്യനാണ്, എൻ്റെ പിതാവിന് തുല്യാണെന്ന് പറഞ്ഞ ആളാണ് ഈ അൻവർ. ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ടായത്? മുനീർ പറ, ഈ തെരഞ്ഞെടുപ്പ് മറുപടി വളരെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് അല്ല, അത്രേ ഉള്ളൂ. അവസരം തരാം. മുനീർ സംസാരിക്കും. ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ആർക്കാണ്? ഈ സർക്കാരിനല്ലേ? ഈ സർക്കാരിന്റെ കീഴിൽ 9 വർഷക്കാലം ഇരുന്ന പിണറായി വിജയനെ പിതാവെന്ന് വിശേഷിപ്പിച്ച ഈ നിലമ്പൂരിന്റെ MLA പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ഈ കേരളത്തിലെ ഗവൺമെന്റ്, അതിന്റെ നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനും RSSുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നത് ഈ നിയോജകമണ്ഡലത്തിൽ 9 വർഷക്കാലം വരുന്ന PV അൻവറാണ്. അതോടൊപ്പം തന്നെ ആഭ്യന്തര മന്ത്രിക്ക് കീഴിലിരിക്കുന്ന ADGP MR അജിത് കുമാർ RSS നേതൃത്വവുമായി ചർച്ച നടത്തിയെന്ന് പറഞ്ഞത് അൻവറാണ്. ഇവിടെ തൃശൂർ പൂരം, കേരളത്തിന്റെ മതേതര ഉത്സവമായ തൃശൂർ പൂരം BJPക്ക് വിജയിക്കാൻ വേണ്ടി ഒറ്റുകൊടുത്തത് ഈ പിണറായി വിജയനും ഇടതുപക്ഷ ഗവൺമെന്റാണെന്ന് പറഞ്ഞത് അൻവറാണ്. ഇനിയിപ്പോൾ അൻവറിനെ വിടും നിങ്ങളുടെ സഖ്യകക്ഷിയായ CPIയുടെ മന്ത്രി ഉണ്ടല്ലോ, റവന്യൂ മന്ത്രിയായ രാജൻ, അത് എൻഡോഴ്സ് ചെയ്തില്ലേ? അദ്ദേഹം പറഞ്ഞെന്താണ്? ഈ തൃശൂർ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാറിനും RSSനും ബന്ധമുണ്ട് എന്ന് പറഞ്ഞത് നിങ്ങളുടെ മന്ത്രിയാണ്, റവന്യൂ മന്ത്രിയാണ്. അതോടൊപ്പം തന്നെ ആനി രാജ CPIയുടെ നേതാവാണ്. RSS ആണ് ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മറുപടി പറയേണ്ട രാഷ്ട്രീയമാണ്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളോട് നിങ്ങൾക്ക് മറുപടി പറയാതെ പോകാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത തെരഞ്ഞെടുപ്പായത്. ഇനിയിപ്പോ ഇവിടെ വികസനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, ഞാനൊരു 3-4 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാം. നിലമ്പൂർ വികസനവുമായി നിലമ്പൂരിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഇവിടെ നരേന്ദ്രമോദിയും BJPയും പറയുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ടാണ് ഇന്ത്യ ഉണ്ടായത് എന്ന് പറയുന്ന ഒരു നറേഷൻ BJP ഉണ്ടാക്കുന്നത്. അതുപോലെയാണ് മുനീറിവിടെ പറയുന്നത് 9 വർഷക്കാലം കൊണ്ടാണ് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ വികസനം ഉണ്ടായതെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരൊറ്റ കാര്യം, 36 കോടി രൂപയാണ് ഈ നിലമ്പൂർ ബൈപ്പാസിന് ആര്യാടൻ മുഹമ്മദ് ഫണ്ട് അനുവദിച്ചത്. ഒരു കൊട്ട മണ്ണ് ആ ബൈപ്പാസുമായി ഉണ്ടാക്കവർക്ക് സാധിക്കും. മുഴുവൻ ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ്. അടുത്ത ഘട്ടത്തിൽ വരുമ്പോൾ